അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാ ഇന്ന് വെള്ളിയാഴ്ച രാവ്, അതുപോലെ നാളെ വെള്ളിയാഴ്ച മഗ്‌രിബിൻ്റെ മുന്നേ ആയിട്ട് ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ 300 പ്രാവശ്യം നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങൾ മാറാൻ, നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ വേദനകൾ മാറാൻ ഈ പറയാൻ പോകുന്ന ഈ സ്വലാത്ത് നിങ്ങൾ 300 തവണ ചൊല്ലിക്കോ. തീർച്ചയായിട്ടും ഈ സ്വലാത്ത് ചെല്ലുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ മനസ്സിൽ എന്ത് കാര്യമാണോ മനസ്സിൽ വിചാരിച്ചത് ആ കാര്യം നിങ്ങൾക്ക് റാഹത്താക്കി അല്ല തരും. അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവ് മാത്രമല്ല കേട്ടോ സ്വലാത്ത് ചൊല്ലേണ്ടത്. അതുപോലെ ഈ പറഞ്ഞ് ഞാൻ തരുന്ന ഈ സ്വലാത്ത് മാത്രമല്ല ചൊല്ലേണ്ടത്, എല്ലാ സ്വലാത്തും നമ്മൾ എല്ലാ ദിവസവും ചൊല്ലണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ടെൻഷൻ ഒക്കെ മാറിക്കിട്ടും ഈ സ്വലാത്ത് കാരണം. അപ്പോൾ ഈ കാര്യം ഞാൻ പറയുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ ഓരോരുത്തർക്ക് ഓർമ്മ വരും. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ ഒരുപാട് സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം എനിക്ക് കിട്ടിയത് തന്നെ സ്വലാത്ത് ഞാൻ പതിവാക്കൽ തുടങ്ങിയതിൻ്റെ ശേഷമാണ്. സ്വലാത്ത് ഞാൻ നിത്യേന പതിവാക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ തുടങ്ങിയത്. അപ്പം നിങ്ങളോടും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാ ദിവസവും സ്വലാത്ത് മുറുകെ പിടിച്ചോളി. ഒരു ദിവസം പോലും നിങ്ങളൊരു 100 സ്വലാത്ത് ചെല്ലാത്ത ദിവസം നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവരുത് ഉമ്മമാരെ. അപ്പം നിങ്ങൾ ഈ കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, സ്വലാത്ത് ചൊല്ലിക്കോളി. മക്കളിങ്ങനെ ഓരോ അനാവശ്യ പാട്ടുമായിട്ടൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മക്കളോട് പറഞ്ഞു കൊടുക്കുക, സ്വലാത്ത് ചൊല്ലിക്കോളി, സ്വലാത്ത് ചൊല്ലി. നമ്മൾ അതിൻ്റെ മഹത്വങ്ങളെ കുറിച്ച്, സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന മഹത്വങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ നോക്കുക. എന്നാൽ അവരുടെ ജീവിതത്തിലും ആ ഒരു സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് റാഹത്തുള്ള ജീവിതം അവർക്കും അള്ളാഹു കൊടുക്കും. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് പറഞ്ഞ സ്വലാത്ത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതുപോലെ തന്നെ ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ഈ പറയാൻ പോകുന്ന ഈ സ്വലാത്ത് നിങ്ങൾ വെറും 300 തവണ ചൊല്ലിയാൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവും. സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർന്നു കിട്ടാനും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പൂവണിയാനും ഇന്നത്തെയും അതുപോലെ നാളെയും നിങ്ങൾ ചൊല്ലുക. നാളെ മഗ്‌രിബിൻ്റെ മുന്നേ ആയിട്ട് 300 തവണ ചൊല്ലി തീർത്താലും മതി. അതുപോലെ തന്നെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ മാലാഖന്മാരും സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലൂ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞത് നമുക്ക് കാണാം. ഒരാൾ സ്വലാത്ത് പതിവാക്കിയാൽ അള്ളാഹിൻ്റെ സ്നേഹമാണ് നമുക്ക് കിട്ടുന്നത്. സ്വലാത്ത് നമ്മൾ പതിവാക്കി വന്നാൽ അള്ളാഹുവിൻ്റെ സ്നേഹമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ ലോകത്ത് ആര് നമ്മെ സ്നേഹിച്ചില്ലെങ്കിൽ എന്താ, അള്ളാഹിൻ്റെ സ്നേഹം നമുക്ക് കിട്ടുകയാണെങ്കിൽ അതല്ലേ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം. അള്ളാഹിൻ്റെ സ്നേഹം നമുക്ക് ഇല്ല എങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി. മുത്തുനബിയുടെ സ്നേഹം നമുക്ക് കിട്ടാനും സ്വലാത്ത് നാം പതിവാക്കണം. അതുകൊണ്ട് ആര് നമ്മളെ സ്നേഹിച്ചാലും ആര് നമ്മുടെ എന്ത് കാര്യത്തിന് സഹായിച്ചാലും ഒക്കെ അള്ളാഹിൻ്റെ സ്നേഹമില്ലാതെ നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നില്ല അല്ലേ? അള്ളാഹുവിൻ്റെ രക്ഷ നമുക്ക് കിട്ടാൻ പോലും സ്വലാത്ത് ചൊല്ലിയാൽ, ആ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് നമുക്ക് അള്ളാഹിൻ്റെ സ്നേഹം നമുക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് മുറുകെ പിടിക്കുക. എൻ്റെ ഉമ്മമാരോട്, എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാരോട്, സഹോദരിമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണിത്. സ്വലാത്ത് മുറുകെ പിടിച്ചോളി. മാനസികമായിട്ടുള്ള പ്രയാസവും പ്രശ്നവും ടെൻഷനും അങ്ങനെ തുടങ്ങി എന്തായിക്കോട്ടെ, നമ്മുടെ മനസ്സിലുള്ള പ്രയാസം ഏത് തരത്തിലുള്ള ടെൻഷൻ ആയിക്കോട്ടെ നിങ്ങൾ ചൊല്ലിക്കോളി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വലാത്ത്, ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന ഈ സ്വലാത്ത് തന്നെ നിങ്ങൾ ചൊല്ലണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ ഈ സ്വലാത്ത് ഞാൻ പറയുന്നത് ഇന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസവും അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച മഗ്‌രിബിൻ്റെ മുന്നേ ആയിട്ട് ഈ സ്വലാത്ത് 300 തവണ നിങ്ങൾ മനസ്സിൽ നിങ്ങളെ ഒരാഗ്രഹം വെച്ചിട്ട്, ഒരാവശ്യം വെച്ചിട്ട് നിങ്ങൾ ചൊല്ലിയാൽ ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. ആ ഒരു സ്വലാത്താണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ സ്വലാത്ത് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ സ്ഥിരമായിട്ട് ചൊല്ലുന്ന സ്വലാത്ത് ചൊല്ലിയാൽ മതി. എല്ലാ ദിവസവും ഒരു 100 സ്വലാത്തിനെങ്കിലും നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കണം. എത്ര വലിയ തിരക്കാണെങ്കിലും അതിനായിട്ടൊരു സമയം, എനിക്ക് സമയം
സമയമില്ലല്ലോ, അങ്ങനെ ഒരിക്കലും നമ്മൾ പറയരുത്. നമുക്ക് എല്ലാത്തിനും നമുക്ക് സമയമുണ്ടല്ലേ. എവിടെയെങ്കിലും നമുക്കൊരു പരിപാടി ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ അതിന് പോകാൻ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നൊരു 100 സ്വലാത്ത് ചെല്ലാൻ മാത്രം നമുക്ക് സമയമില്ല. നമുക്കിവിടെ ചില ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്രായമായ ആൾക്കാർ, ഒരു 60-65 വയസ്സൊക്കെ ആയ ഈ ഉമ്മമാർ എപ്പോഴും ഖുർആൻ ഓതും, എപ്പോഴും സ്വലാത്ത് ചെല്ലും, അങ്ങനെ എപ്പോഴും തസ്ബീമാല എടുത്തിട്ട് ഇങ്ങനെ നിസ്കാരത്തിൽ മുഴുകും. അതുപോലെ ദിക്ർ, സ്വലാത്ത്, ഖുർആൻ പാരായണം, ഖത്തം തീർക്കൽ, ഒരു മാസത്തിൽ തന്നെ 2-3 ഖത്തം തീർക്കുന്ന ഉമ്മമാരൊക്കെ എത്രയോ ഉണ്ട് ഇല്ലേ. അപ്പം അവരൊക്കെ കാണുന്ന സമയത്ത് ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവർക്ക് വേറെ ഒരു പണിയും ഇല്ലാന്ന്. നമ്മൾക്ക് വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ട്, നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരുപാട് ജോലികളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ ഖുർആൻ ഓതാൻ സമയം, സ്വലാത്ത് ചെല്ലാൻ നമുക്ക് സമയമില്ല. നമുക്കൊരു പരിപാടി എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആ പരിപാടിക്ക് പോകുന്നില്ലേ. അതുപോലെ നമ്മൾ ഇങ്ങനെ സ്വലാത്ത് ചെല്ലാൻ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സമയം എത്രയോ ഉണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് 1 ലക്ഷം 2 ലക്ഷം സ്വലാത്ത് ചെല്ലാനുള്ള സമയം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് കഴിയും. വേണ്ട എന്ന് വെച്ചിട്ടാണ് ഉമ്മമാർക്ക് മാത്രമാണ് സ്വലാത്ത് ചെല്ലൽ, ഉമ്മമാർക്ക് മാത്രമാണ് ഖുർആൻ ഓതുക, അങ്ങനെ ചില ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, എല്ലാവർക്കും നമുക്കും പറ്റും, എല്ലാത്തിനും നമുക്ക് കഴിയില്ല, നമുക്ക് നേരമില്ല, അങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. എനിക്കെവിടെ നേരം, എൻ്റെ മക്കളെ നോക്കണം, ഭർത്താവിൻ്റെ കാര്യം നോക്കണം, എനിക്ക് ഫുഡ് ഉണ്ടാക്കണം, വീട്ടിലെ പണികളുണ്ട്, പിന്നെ എവിടെ നേരം. അതൊക്കെ കഴിയുമ്പോഴത്തേന് എല്ലാ പണിയും കഴിയുമ്പോഴേക്കും മക്കൾ സ്കൂളിൽ നിന്ന് വിട്ട് വരും, അവരെ കാര്യം നോക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. നമ്മളെല്ലാം അവിടെ ഇട്ട് വെച്ചിട്ട് അതിനായിട്ട് സമയം നമ്മൾ കണ്ടെത്തണം. നമുക്ക് ഇത്രയോ സമയമുണ്ട്, ഇല്ലയെന്ന് ആരും പറയരുത്, ഇത്രയോ സമയമുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് വന്നാൽ അവരോട് സംസാരിച്ചിരിക്കാൻ നമുക്ക് സമയമുണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക തന്നെ വേണം. എന്നിട്ട് എനിക്കൊരുപാട് പ്രയാസമാണ്, പ്രശ്നമാണ്, സമാധാനമില്ല ജീവിതത്തിൽ, എന്നും വിഷമമാണ്, ഇങ്ങനെ പറഞ്ഞ് നടക്കുക. അപ്പോൾ പറയുന്ന സമയം മതി നമുക്ക് ഈ സ്വലാത്തും ദിക്റും ചെല്ലാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള സമാധാനം ഉണ്ടാവാനും റാഹത്തുള്ള ജീവിതം ഉണ്ടാവാനും ഒരുപാട് പ്രയാസങ്ങളൊക്കെ നീങ്ങാനും സ്വലാത്ത് നിങ്ങൾ പതിവാക്കണം. നിങ്ങൾക്ക് കയ്യില്ല, സമയമില്ലെങ്കിൽ ഒരു 100 സ്വലാത്തെങ്കിലും ചെല്ലാൻ നിങ്ങൾ ശ്രമിക്കട്ടോ. അപ്പോൾ പറഞ്ഞ് വീഡിയോ ലെങ്തായി പോവും. വീഡിയോ ലെങ്ത് ആയാലും പിന്നെ ഓരോരുത്തർ വന്നിട്ട് കമൻ്റ് ഇടും, വലിച്ചു നീട്ടല്ലേ ഇത്ത എന്ന്. അപ്പോൾ ഈ സ്വലാത്തിനെ പറ്റി പറയുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. എന്നാലല്ലേ നമുക്ക് അറിയാത്തവരുണ്ടാവും ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടോ. എങ്കിൽ നിങ്ങൾ ചൊല്ലിക്കോളി. ഉമ്മമാരെ, സഹോദരിമാരെ ധാരാളമായിട്ട് സ്വലാത്ത് വർദ്ധിപ്പിച്ചോളി. അപ്പോൾ നിങ്ങളെ മനസ്സിലുള്ള എന്തൊരു കാര്യവും സാധിപ്പിച്ചു കിട്ടാൻ ചൊല്ലിക്കോളി. ഈ ഒരു സ്വലാത്ത് ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സ്വലാത്ത് 300 തവണ നിങ്ങൾ ചൊല്ലിക്കോളി. നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട്, ഹലാലായിട്ടുള്ള എന്തൊരു കാര്യവും നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ചൊല്ലിക്കോളി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക വറസൂലിക വ അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ ഒരു സ്വലാത്ത് ചൊല്ലേണ്ടത് ഒന്നുകൂടെ ഒരുമിച്ച് ചൊല്ലാം. സ്ക്രീനിൽ നോക്കി ചൊല്ലിക്കോളി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക വറസൂലിക വ അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന സ്വലാത്താണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക വറസൂലിക വ അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന സ്വലാത്ത് വെറും 300 തവണ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട്, നിങ്ങളെ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട്, ഇന്ന് വെള്ളിയാഴ്ച അല്ലെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച മഗ്‌രിബിൻ്റെ മുന്നേ ആയിട്ട്, ഇന്ന് വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ നാളെ വെള്ളിയാഴ്ച മഗ്‌രിബിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളെ മനസ്സിലെ ആഗ്രഹം നിങ്ങൾക്ക് നിറവേറണം എന്നുണ്ടെങ്കിൽ ചൊല്ലിക്കോളി. അതുപോലെ ധാരാളമായിട്ട് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഒരു ദിവസം പോലും സ്വലാത്ത് ചെല്ലാത്ത ദിവസം നമ്മിൽ നിന്നും കടന്നു പോവരുത്. ഒരുപാട് പ്രയാസവും ടെൻഷനും അടിച്ച് ജീവിക്കുന്നവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവർ ഓരോരുത്തരുണ്ട്, പല ആൾക്കാരുണ്ട്. എനിക്ക് അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്, അറിയാത്തവരുമുണ്ട്.
അപ്പം അറിയാത്തവരുടെ കാര്യം ഞാൻ അറിയുന്നത് കമൻ്റ് ഇട്ടിട്ടാണ്. ഒരുപാട് ടെൻഷനോടെയുള്ള കമൻറ്റുകളാണ് ഓരോരുത്തർ എഴുതി വിടാറുള്ളത്. അപ്പോൾ നിങ്ങളെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള എന്ത് ടെൻഷനാണോ, നിങ്ങൾക്ക് എന്ത് പ്രയാസമാണോ ഉള്ളത്, ഹറാമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ലല്ലോ. ആരും ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഒരു ഹറാമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തരുത് കേട്ടോ. ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചൊല്ലി നോക്കുക. അങ്ങനെയുള്ള കാര്യത്തിന് ചൊല്ലിയാലാണ് അതിനുള്ള ഫലവും കിട്ടുക. അപ്പോൾ ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ കഴിയുന്നതും ഒറ്റ ഇരുപ്പിലിരുന്ന് തന്നെ ഈ സ്വലാത്ത് ചൊല്ലാൻ നോക്കുക. ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് കൊണ്ടിട്ട് ഈ സ്വലാത്ത്, ഞാൻ ഈ പറഞ്ഞ ഈ സ്വലാത്ത് ചൊല്ലുക. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടന്നു കിട്ടും. ഇനിയും ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞാൽ നീണ്ടു പോകും, ലെങ്തായി പോകും. സ്വലാത്തിനെ പറ്റി പറഞ്ഞാൽ പിന്നെ നിർത്താൻ തോന്നില്ല. മുത്ത് റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ നമുക്ക് നിർത്താൻ തോന്നില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, സ്വലാത്ത് എല്ലാ ദിവസവും 100 സ്വലാത്ത് എന്തെങ്കിലും ചൊല്ലാൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാ ബുദ്ധിമുട്ടും മാറ്റി വെച്ചിട്ട്, അല്ലെ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങളൊരു 10-30 എണ്ണം ആക്കിയിട്ട് ചൊല്ലി നോക്കുക, നിങ്ങൾക്ക് കഴിയുന്നത്ര കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.